ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല പല ഡെലൂലുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പലരുടെയും കൂട്ടത്തിൽ വർഷം അവസാനിക്കാറായപ്പോഴേക്കും ഡെലൂലു ഫൈനലി സൊലൂലു ആയ ഒരാള്. മലയാളികളുടെ ഏറ്റവും പുതിയ ക്രഷ് എന്താ പറയാ, ഡെലൂലു / റിയ ഷിബു. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. എന്നതൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് റിയൽ ആണോ? ഞാൻ കരഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ആൻഡ് ഓൾസോ ഐ സ്റ്റാർട്ടഡ് മിസ്സിംഗ് ദി ടീം. ആൻഡ് ദെൻ ഐ ഗേവ് ഹർ എ ഹഗ് ആൻഡ് ഐ കുഡ് ഫീൽ ദാറ്റ് എനർജി. ആ ഹഗ്ഗിൽ എനിക്ക് ആ എനർജി ഫീൽ ചെയ്തു. അത്രയ്ക്കും കണക്ട് ആയി പടം. റിയയുടെ ട്രാൻസിഷൻ വീഡിയോന്റെ ഇടയിൽ ട്രാൻസിഷൻ ചെയ്ത് ഓരോരുത്തർ റീൽ ചെയ്യുന്നത് കണ്ടോ? That's so creative. Yeah, right. ഞാനത് കണ്ടപ്പോ oh my god, ഇവർ they like took it over. Oh, that was deeply personal. പെട്ടെന്ന് സീരിയസ് ആയിന്ന്. പെട്ടെന്ന് ഫ്രീക്ക് ഔട്ട് ആയി. പറയാൻ പറ്റില്ല, ഇനി സിംഗറായിട്ടോ ശബ്ദമൊക്കെ വെച്ച് പറയാൻ പറ്റില്ല. ആർജെ ആയിട്ടൊന്നും വന്നേക്കരുത്. കോമ്പറ്റീഷൻ അതെനിക്ക് ആവശ്യമില്ല. Nobody can beat കവിത man. ഓ, എന്റെ ഷോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ ഇന്ന് രാവിലെയും കൂടെ കേട്ടത്. അതന്നെ. അതെ അതെ അതെ. ലൈൻ കട്ട്. ആഫ്റ്റർ സർവമായ എന്താണ് ജീവിതം? മൊത്തത്തിലൊരു മായൽ ഇങ്ങനെയാണോ? സിങ്കിനായോ? ആഫ്റ്റർ സർവമായ ലൈഫ് ഇസ് സർവമായ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ലൈഫ് ഇസ് ഡെലൂലു. ഞാനാണ് ഇസ് ദിസ് റിയൽ, ഇസ് ദിസ് ഹാപ്പനിങ്? ലൈക്ക് ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് ഇത് റിയൽ ആണോ? ബിക്കോസ് നമ്മൾ ഇന്നലെ വിനീതയിൽ പോയി കണ്ടപ്പോൾ 1500 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഞാൻ സീൻ ലാസ്റ്റ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എണീറ്റ് നോക്കിയപ്പോൾ വൺ റെസ്പോൺസ്. ലൈക്ക് ഒരു ഹാപ്പിനെസ്സും കരച്ചിലും കൈയടിയും. അവരിങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈയടിക്കുമായിരുന്നു. സോ ഐ വാസ് ലൈക്ക് യു റിയലി കണക്റ്റഡ്. ആൻഡ് ഓരോ തിയേറ്ററിൽ പോകുമ്പോൾ ഇറ്റ്സ് എ സെയിം റെസ്പോൺസ്, യുനോ. സോ യുനാനിമസ്ലി അങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് ക്രേസി. ഇറ്റ്സ് ലൈക്ക് you really like connected with it, you know. It really, it stuck with you, and people are taking that movie with them in the heart. പറയുമ്പോൾ എന്താ പറയുക, കോമഡി ഹൊറർ പടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ പേര് ഇമോഷണൽ ആയി, കുറേ പേര് കരഞ്ഞു എന്ന് കെട്ടിപ്പിടിക്കുന്നു. വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ സ്വന്തം സിനിമ തിയേറ്ററിൽ കണ്ട ശേഷം? ഞാൻ കരഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ആൻഡ് ഓൾസോ ഐ സ്റ്റാർട്ടഡ് മിസ്സിംഗ് ദി ടീം. അപ്പോൾ ഞാൻ സിനിമ കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ മെമ്മറീസ് ഓടിക്കൊണ്ടിരിക്കുക. ഓരോ സീൻ കാണുമ്പോൾ ആ ഷൂട്ട് ചെയ്ത സീനിൻ്റെ മെമ്മറീസ്. ആൻഡ് ചിലപ്പോൾ റീൽസിലൊക്കെ ചിലവർ ആ സീൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴും ആ മെമ്മറീസ് അങ്ങനെ സ്ട്രൈക്ക് ആവും. സോ എനിക്ക് അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ട് ചെയ്തൊരു പടമാണ്. ഞാൻ അത്രയ്ക്കും ഹാപ്പി ആയിട്ട് സ്വന്തമായിട്ട് ഞാൻ എടുത്തുകൊണ്ട്, നമ്മൾ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു പടമായിരുന്നു. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഓവർവെൽമിങ് ഇമോഷണൽ. സോ പടം അവിടെ എൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് അപ്പോഴാണ് ഹിറ്റ് ചെയ്തത് ദ ഷൂട്ട് ഇസ് ഓവർ. ബിക്കോസ് നമ്മൾ റാപ്പപ്പ് ചെയ്യുമ്പോഴും എനിക്ക് എന്തോ അവർ തിരിച്ച് വീണ്ടും കാണുമല്ലോ, പ്രൊമോഷന് കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. സോ എനിവേസ് ഇനിയും പ്രൊമോഷന് കാണും. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് അങ്ങനത്തെ ഒരു മീറ്റിങ്സ്, നമ്മൾ പ്രൊമോഷൻ മീറ്റിങ്സും. അതും പടം കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട്. സോ നമ്മൾ ടീമിൻ്റെ കൂടെ പടം കാണുന്നു, ഉടനെ ഞാൻ എയർപോർട്ടിൽ പോകുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ഓ, ശരിക്കും മാഞ്ഞു പോയ പോലെ. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കരഞ്ഞു. ആ മൊമെൻറ്റിൽ ഞാൻ ആലോചിക്കായിരുന്നു, അഖിൽ ചേട്ടൻ അത്രയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും എനിക്ക് നല്ലതായിട്ട് ചെയ്യാനും പറ്റിയത്, ഇത്രയും നല്ല റെസ്പോൺസും കിട്ടിയത്, ഇത്രയും ആൾക്കാർ അത്രയും ക്ലോസ് ആയിട്ട് ഡെലൂലുവിനെ വെച്ചിരിക്കുന്ന കാരണം തന്നെ അഖിൽ ചേട്ടൻ. സോ അതെല്ലാം കൂടെ ആലോചിച്ച് അഖിൽ ചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. അഖിൽ ചേട്ടൻ കരയില്ലേ അയ്യോ ഞാൻ കരയുന്ന കണ്ടാലും പെട്ടെന്ന് ഇമോഷണലാവും അഖിൽ ചേട്ടൻ. സോ അപ്പോൾ എൻ്റെ അടുത്ത് കരയില്ലെന്ന് പറയും, അപ്പോൾ കരഞ്ഞു പോയാലോ. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് വീണ്ടും കാണണം, ഒന്നും ആലോചിക്കാതെ ആസ് ദ ഫിലിം എനിക്ക് കാണണം. Probably you will not be able to do that, അല്ലേ? You have so many things related to it, attached to it, അല്ലേ? അതെ ആക്ച്വലി എനിക്ക് വൺ മോർ ടൈം പ്രോപ്പറായിട്ട് കേരളത്തിലിരുന്ന് ഓഡിയൻസിൻ്റെ കൂടെ കാണണമെന്നുണ്ട്. സോ I'll be doing that in a few days. കേരളത്തിന്റെ ക്രഷ് ആണെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. DMs ഒക്കെ ഫുൾ കോംപ്ലിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണെന്നുള്ളവരൊക്കെ അറിയാം. പക്ഷെ ടെൽ മീ ദറ്റ് വൺ കോംപ്ലിമെന്റ് ദാറ്റ് സ്റ്റക്ക് വിത്ത് യു. ഡെലൂലു അവരുടെ വീട്ടിലെ കൊച്ചു പോലെയാണ്. അവര് ഫാമിലി ആയിട്ടാണ് എന്നെ കാണുന്നത്. അവരുടെ വീട്ടിലെ കൊച്ചോ അവരുടെ സിസ്റ്ററായിട്ടോ, ആൻഡ് സം പീപ്പിൾ ആർ സേയിങ് ലൈക്ക് ആസ് എ പാർട്ട്ണർ. ലൈക്ക് അവരുടെ രീതിയിൽ അവർ അത്രയും കണക്റ്റായിട്ട് കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോംപ്ലിമെൻറ്റ്. യുനോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. ബിക്കോസ് എനിക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് തന്നെ
എൻ്റെ വീട്ടിൽ ആൻറ്റിമാരും അമ്മച്ചിമാരും അമ്മാസ് അവർ വന്ന് എന്നെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നി. എന്താണെന്ന് വെച്ചാൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ വേറെ നല്ല വർക്ക് കിട്ടാൻ, അങ്ങനെയൊക്കെ പറയണമെന്ന് പറയുന്നത് ഇറ്റ്സ് ബ്ലെസ്സിങ്. ഇപ്പോൾ അമ്മമാർ പറയുന്നതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. അമ്മമാർ പറയുന്നത് എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷനാണ്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റെസ്പോൺസാണ് കിട്ടുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ് അവർ എനിക്ക് തന്നിരിക്കുന്നത്. അവർ എനിക്ക് വേണ്ടി അത്രയും ഹാപ്പിയാണ്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ദേ ആർ ഹാപ്പിയർ ഫോർ മീ ദാൻ ഐ ആം. ലൈക്ക് ദിസ് വിൻ ഫീൽസ് പേഴ്സണൽ ഫോർ ദം. അവർക്ക് പേഴ്സണലാണ് ഈ ഒരു മൂമെൻറ്റ്. ഇപ്പോൾ തിയേറ്ററിൽ പോകുമ്പോഴും എന്നെ കാണുമ്പോഴും അവർക്കാണ് ഹാപ്പിനെസ്. അവർക്ക് ഒരു പടം കണ്ടു, ഈ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അങ്ങനത്തെ രീതിയിൽ ഹഗ്ഗൊക്കെ തരുന്നത്. എനിക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ഇമോഷൻ ഇങ്ങനെ കയറി വരും. ഐ എം ട്രൈങ്. നമ്മളേക്ക് അയ്യോ ഞാൻ കരഞ്ഞാൽ ഇവരും പൊട്ടും. സോ നമ്മളേക്ക് തെളിങ് തന്നെ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഒരു കൊച്ച് ഇരുന്ന് കരയായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ് and then I gave her a hug and I could feel that energy. ആ ഹഗ്ഗിൽ എനിക്ക് ആ എനർജി ഫീൽ ചെയ്തു. അത്രയ്ക്കും കണക്റ്റായി പടം. ഇറ്റ് ഫീൽസ് ലൈക്ക് ബിയോണ്ട് ഫിലിം. ലൈക്ക് പടത്തിനും കാട്ടി ഇറ്റ്സ് ലൈക്ക് അവരുടെ ലൈഫിൽ സംഭവിച്ചതുപോലെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് ഡെലുലു ഇസ് ദെയർ വിത്ത് ദം അറ്റ് ഹോം. അങ്ങനെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ വീട്ടിലൊരു കുട്ടി എന്ന് തോന്നാൻ മറ്റൊരു കാരണം കൂടി, ലൈക്ക് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രേതത്തിന്റെ പോലെ ഒരു സ്കെയറി മേക്കപ്പ്, ഒരു സ്കെയറി ലുക്ക്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വെള്ള സാരി ഉടുക്കലൊന്നുമില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഈ ലൂസ് ഫിറ്റ് ഷർട്ട്സും പജാമാസ് ഇട്ട് നടക്കുന്ന ഒരു പ്രേതം. അത് ഇറ്റ് മൈറ്റ് ഹാവ് മെയ്ഡ് യു വെരി കംഫർട്ടബിൾ ടു, റൈറ്റ്? വെരി കംഫർട്ടബിൾ. അതാ ഞാൻ ചിലപ്പോൾ എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ ചിലപ്പോഴൊക്കെ അഖിൽ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഇല്ല ടീഷർട്ട് സ്ലീപ്പ് വെയർ ആണ് ബെസ്റ്റ്. അഖിൽ ചേട്ടൻ ഈ ക്വാഡ് സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഹാർട്ടുള്ള ഷർട്ടും ഹാർട്ടുള്ള പാൻറ്. യൂസ് ലൈക്ക് നോ ദാറ്റ്സ് സോ ക്യൂട്ട്, അങ്ങനെ ഇടണം. ചിലപ്പോൾ അഖിൽ ചേട്ടൻ തന്നെ ഡൊണാൾഡ് ഡക്കിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ടീഷർട്ട്. സോ ഐ വാസ് ലൈക്ക് ഡെലുലു ഇസ് ബേസ്ഡ് ഓഫ് എ ഫ്യൂ, റൈറ്റ്? ഞാൻ പറഞ്ഞത് അഖിൽ ചേട്ടനല്ലേ ഇത്, ബിക്കോസ് ഡയലോഗ് ഡെലിവറിയും കൗണ്ടേഴ്സ് ഒക്കെ കൊടുക്കുന്നതും അഖിൽ ചേട്ടൻ സംസാരിക്കുന്നവരെ. ദ റീസൺ വൈ ഹ്യൂമർ വർക്ക്ഡ് ഔട്ട് ഇസ് അഖിൽ ചേട്ടൻ ഒരു ഹ്യൂമറസ് ആളാണ്. എന്ത് പറഞ്ഞാലും അതിനൊരു കൗണ്ടർ കോമഡി റെസ്പോൺസ് ഉണ്ട്. അതാണ് ഡെലുലു. സോ അഖിൽ സത്യൻ ഇസ് എ ജെൻസി ഇൻ എ മില്ലിയൻസ് ബോഡി അല്ലേ? അങ്ങനെ പറയാം. ആൻഡ് റിയ ഇത്രയും റിയയുടെ ഒരു എന്താ പറയാ വേ ഓഫ് ടോക്കിംഗ്, ഇപ്പൊ സംസാരിക്കുന്നത് എങ്ങനെയാണോ ഏറെക്കുറെ അതുപോലെയാണ് സിനിമയിൽ. ഇതേ മീറ്റർ പിടിച്ചേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി എനിക്കൊന്നു ഈസിയർ ആയിട്ടുണ്ടാകും. ഓൾസോ ദി ടോൺ ഓർ ദ ശബ്ദം ഡബിങ് ആയിരുന്നോ, സിംഗ് സൗണ്ട് ചെയ്തോ, എങ്ങനെയായിരുന്നു? സിംഗ് സൗണ്ട് ആയിരുന്നു. അത് എടുത്ത് പറയണം, അനിൽ രാധാകൃഷ്ണനാണ് സിംഗ് സൗണ്ട് ചെയ്തത്. ആൻഡ് എവറിബഡി നീഡ്സ് ടു നോ ദാറ്റ്. ബിക്കോസ് എല്ലാവരും പറഞ്ഞു സൗണ്ട് അടിപൊളിയാണ്, റിയയുടെ സൗണ്ട് അടിപൊളിയാണ്, പിന്നെ ഓവറോൾ സൗണ്ട് ഇസ് ഗുഡ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് അനിൽ ചേട്ടൻ. ആൻഡ് അനിൽ ചേട്ടൻ ക്രിയേറ്റീവ്ലി ഭയങ്കരമായിട്ട് ഇൻവോൾവും ചെയ്യും. സോ ഇടയ്ക്കിടയ്ക്ക് കോമിക്കലിയും സൗണ്ട് ഉപയോഗിക്കും. ആൻഡ് വൺ തിങ് ഇസ് ലൈക്ക് ഞാൻ സെറ്റിൽ വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് സിംഗ് സൗണ്ട്. ആൻഡ് ലൈക്ക് ഓൾറെഡി ഞാൻ പുതിയതാണ് സിനിമയിൽ, ഐ എം വെരി ന്യൂ. ആൻഡ് ഒരു പടം ചെയ്തിട്ടുണ്ട്, അതും കുറച്ച് വർഷങ്ങൾ മുമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൈ ഫസ്റ്റ് ഇസ് സിംഗ് സൗണ്ട്. ആൻഡ് സിംഗ് സൗണ്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇതെങ്ങനെയാണ്, ലൈക്ക് ഹൗ ഡു ദേ, വാട്ട്സ് എ പ്രോസസ്, ഇത് സമയം എടുക്കൂ. ആൻഡ് സിംഗ് സൗണ്ട്, ഐ തിങ്ക് സിംഗ് സൗണ്ട് കാരണമാണ് പടം പെട്ടെന്ന് തീർക്കാനും പറ്റിയത്, പോസ്റ്റ് പ്രൊഡക്ഷൻ. സോ സിംഗ് സൗണ്ട് ക്യൂരിയസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി അനിൽ ചേട്ടനോട് ഇരുന്ന് ഇതെങ്ങനെ എനിക്ക് പഠിപ്പിച്ചൊരു, യു ലുക്ക് ലൈക്ക് എ DJ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഹീസ് ലൈക്ക് എങ്ങനെയാണ് ഓക്കെ സൗണ്ട് റോളിങ് ആൻഡ് ഫുൾ സൈലൻസ് ആണ് സെറ്റ് ബിക്കോസ് ഓഫ് സിംഗ് സൗണ്ട്. പക്ഷെ അത്ര സൈലൻറ്റും അല്ല. ആൻഡ് സോ നമ്മൾ ഡയലോഗ് നമ്മൾ സെറ്റിൽ എന്താ പറഞ്ഞാൽ അതാണ് സിനിമയിലുള്ളത്. ആൻഡ് ഹീ വിൽ ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് ക്ലീനിങ് ഹിയർ ആൻഡ് ദേർ. എൻ്റെ ചിരിയിൽ ചിലപ്പോഴൊക്കെ വിയേർഡ് സൗണ്ട്സ് ഒക്കെ വരും, അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓൾസോ സൗണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര മാച്ചായ പോലെ ഒരുപാട് പേര് പറഞ്ഞത് ആ പാട്ടിൽ വന്നപ്പോഴേക്കും. ശക്തിശ്രീ ഭൂപാലൻ. ഓ യെസ്, ദാറ്റ്സ് എ കോംപ്ലിമെന്റ് അല്ലേ? ഭയങ്കര മാച്ചായ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ലൈക്ക് അഭിനയിക്കുന്ന പോലെ അല്ല, ഒരു പാട്ടിന് സിംഗ് ചെയ്യുക, ലിപ് സിംഗ് ചെയ്യുക, പാടി അഭിനയിക്കുക, ഡാൻസ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് ടഫ് ഫോർ യു. ആൻഡ് നല്ലൊരു സൗണ്ട്, ആ സൗണ്ടുമായിട്ട് ഭയങ്കര മാച്ചായ പോലെ തോന്നി. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. ദാറ്റ്സ് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദാറ്റ് ടൈം ശക്തിശ്രീ ചേച്ചി കൺഫേംഡ് ആയിട്ടില്ലായിരുന്നു. സോ അപ്പോൾ നമ്മളൊരു റഫ് ട്രാക്കിലാണ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പേ 1 day ബിഫോർ അഖിൽ ചേട്ടൻ പാട്ട് അയച്ചു. ശക്തിശ്രീ ഭൂപാലനില്ലേ? ഭയങ്കര കുറച്ച് സിമിലർ ഉണ്ടല്ലോ, ഒരു മൈ വോയിസ് ഇസ് ലിറ്റിൽ ഒരു ബേസ് ഉള്ള വോയിസ്. ആൻഡ് ഷീ ക്യാൻ ഡു ഹൈ ആൻഡ് ഒരു ബേസും ചെയ്യാൻ നല്ല രസമാണ് കേൾക്കാൻ. വോയിസ് ഇസ് യുണീക്ക്. ആൻഡ് ആ വോയിസിൽ എനിക്ക് ലിപ് സിങ്ക് ചെയ്യാൻ പറ്റിയത് ഐ വാസ്
so happy. I was like feeling really good. And lip sync എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജനറലി. സോ എൻജോയ് ചെയ്താണ് ചെയ്തത്. പാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പടത്തിൽ ലിപ് സിങ്ക് ചെയ്യുമ്പോൾ വി ഷുഡ് റിയലി സിങ്. സോ നമ്മൾ ശരിക്കും പാടിയാണ് ചെയ്തത്. മറൈൻ ഡ്രൈവിലൊക്കെ ആയിരുന്നല്ലേ ഓടി നടന്ന് പാടി. മറൈൻ ഡ്രൈവ്, അതെ. ട്രാൻസിഷൻ വീഡിയോസ്, ടിക്ടോക്ക്, അതിൽ നിന്നൊക്കെ മെയിനായിട്ട് വന്ന ആളാണ്. ഇപ്പോൾ റീൽ സ്റ്റാറിൽ നിന്ന് പ്രൊഡ്യൂസറായി, പ്രൊഡ്യൂസറിൽ നിന്നും ആക്ടറായി. ഹൗ ഹസ് ദി ട്രാൻസിഷൻ ബീൻ ആൻഡ് വാട്ട് നെക്സ്റ്റ്? Transition from creator to actor. Actually creation will always stay with me, right? So creation എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഫോണും ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ വി കൻ ബി എ കോണ്ടന്റ് ക്രിയേറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് ടുഡേസ് വേൾഡ്. എല്ലാവർക്കും അവരുടെ ടാലൻറ്റ് പുറത്തിറക്കാം ബിക്കോസ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു ആക്ടർ ആയാലും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള സാധനമാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് വർക്ക് ബിക്കോസ് ഞാൻ ഒരു പാട്ട് കേട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഒരു ട്രാൻസിഷൻ ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ഫൺ ഇവൻറ്റ് ഓർ എന്തെങ്കിലും കോമഡി ആയിട്ട് നടന്നാലും ഞാൻ ആ മൊമെൻറ്റിൽ അത് റാൻറ്റ് ചെയ്ത് ചെയ്യും. യു സീ ദറ്റ് മിറർ വീഡിയോസ്. സോ അങ്ങനെയാണ് കോണ്ടന്റ് ക്രിയേഷൻ ഫോർ മീ. ഇറ്റ്സ് അങ്ങനെ ഒരു സെപ്പറേറ്റ് വർക്കായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ലൈക്ക് കുറേ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ സർവ്വമായ റിലീസ് കഴിഞ്ഞിട്ട് ലൈഫ് ഇസ് ലോട്ട് ഡിഫറെൻറ്റ്. ഒരു ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, കുറേ പേര് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ഓട്ടത്തിനാണ് നൗ ഐ ലൈക്ക് നോട്ട് ഗോട്ടൻ ടൈം. പക്ഷെ ഐ വിൽ ഓൾവേസ് ഹാവ് ടൈം. ഇൻ്റർനെറ്റ് വിൽ എക്സിസ്റ്റ് ഫോർ എവർ. സോ ഇൻ്റർനെറ്റിൽ നമുക്ക് കീപ് പ്രോഗ്രസ്സും. ഇൻ്റർനെറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ കണ്ടന്റ് ക്രിയേഷൻ വിൽ ഓൾവേസ് സ്റ്റേ വിത്ത് മീ. പണ്ടേ തൊട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഇഷ്ടമാണ്. ഡയറക്ഷനിൽ ഇൻട്രസ്റ്റ് ആണ്, സ്റ്റോറീസ് അങ്ങനത്തെ ഇതിൽ ഇൻട്രസ്റ്റ് ആണ്. യു ക്യാൻ ഓൾവേസ് ഡു ഇറ്റ് വെൻ എവർ. റിയയുടെ ട്രാൻസിഷൻ വീഡിയോന്റെ ഇടയിൽ ട്രാൻസിഷൻ ചെയ്ത് ഓരോരുത്തർ റീൽ ചെയ്യുന്നത് കണ്ടോ? Yeah, that's so creative. Yeah, right. ഞാനത് കണ്ടപ്പോ oh my god, they like took it over. ഇവര് beyond ആയി. ഓൾറെഡി അത് ഫാസ്റ്റ് കട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ അത് അടിപൊളിയായിരുന്നല്ലോ. ഞാനത് ആലോചിച്ചില്ല. This is a great idea. അത് നിവിൻ പോളി മൂവി ആയിരുന്നു പാട്ടല്ലേ? പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. ഇറ്റ് വാസ് ആക്ച്വലി ക്യൂട്ട്. അതിലിപ്പോ ഒരുപാട് പയ്യന്മാര്, പ്രത്യേകിച്ചും മെയിൽ ക്രഷസ് ആണല്ലോ ഉള്ളത്. അവരെല്ലാവരും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. എല്ലാവരുടെയും റീലുകളിൽ കാണുന്ന ഈ പുതപ്പ് വെച്ചിട്ട് ഫോൺ മാറ്റി വെച്ച് വെൻ ഇസ് മൈ ഡെല്ലുലു കമ്മിങ്, വെയിറ്റിംഗ് ഫോർ മൈ ഡെല്ലുലു ഒക്കെയാണ്. കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയൂ, റിയയുടെ ലൈഫിലെ ഹൂസ് ദാറ്റ് ഡെല്ലുലു യു ആർ വെയിറ്റിംഗ് ഫോർ? That was deeply personal. പെട്ടെന്ന് സീരിയസ് ആയിന്ന്. പെട്ടെന്ന് ഫ്രീക്ക് ഔട്ട് ആയി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡെല്ലുലു ഇല്ല, ടു ബി ഓണസ്റ്റ്, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. Happy and content in yourself. Yeah, maybe not the time yet, you know. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ it'll happen at the right time. There'll be a time for it, and it's best when it happens naturally. And drum rolls. Yeah. അങ്ങനെ no risk കാരണം ഒന്നുമല്ല. Yeah. ജംപ് സ്കെയർസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ജംപ് സ്കെയർ വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ആയിരുന്നു. പേടിച്ചായിരുന്നു തിയേറ്ററിൽ കണ്ടിട്ട്. ഞാനും കണ്ടിട്ട് പേടിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ വേറെ അല്ലേ, ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഇറങ്ങുന്നു, ഞാൻ പറയണ്ട, സ്പോയിലർ. എന്നിട്ട് സോ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ആലോചിക്കാൻ നോക്കി CG ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇറ്റ്സ് സോ ഇമ്മീഡിയറ്റ്. സോ നമുക്ക് ആലോചിക്കാനുള്ള സമയമില്ല. സോ ഞാൻ ആ സീനിൽ അത്ര ഇൻവോൾവ് ആയിരിക്കുകയാണ്. ആൻഡ് ആ പ്രീവിയസ് സീനിൽ ഞാൻ കുറച്ചിങ്ങനെ ഇമോഷണലായി. സോ ഞാൻ ആ ഇമോഷനിൽ ഇരിക്കുന്നത് ഞാൻ ഈ സീനിനെ പറ്റി ഓർത്തതുമില്ല. പിന്നെ ഇത് നടന്നപ്പോൾ അവസ്ഥ എന്നാൽ അഖിൽ ചേട്ടൻ്റെ അടുത്തിരിക്കുകയാണ്. അഖിൽ ചേട്ടൻ നോ റിയാക്ഷൻ. അഖിൽ ചേട്ടൻ അത് 50 പ്രാവശ്യം എഡിറ്റ് ചെയ്തല്ലേ, കുറേ പ്രാവശ്യം എഡിറ്റ് ചെയ്ത് മടുത്തിരിക്കുക. സോ ഹീസ് ലൈക്ക് ഭയങ്കര കാമായിരുന്നു. ഞാനും അജു ചേട്ടനാണെങ്കിൽ പേടിച്ച്, അജു ചേട്ടനൊക്കെ ഭയങ്കര റിയാക്ട് ചെയ്യും. കോമഡി സീൻസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ഇങ്ങനെ എണീറ്റാണ് ചിരിക്കുന്നത്. എണീറ്റ് കൈയടച്ച് he'll do one circle and then sit down. അത് ബണ്ണും ചാറും ഇതിൽ അജുവേട്ടൻ ഫ്രഷ് ആയിട്ടാ പടം കണ്ട്. അജുവേട്ടൻ്റെ പോർഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അജുവേട്ടൻ്റെ പോർഷൻസ് മാത്രമേ അറിയാവുള്ളൂ. മോസ്റ്റ്ലി വെൻ ഹി ഡസ് ഫിലിംസ് ദാറ്റ്സ് വാട്ട് ഹി ഡസ്. അപ്പോൾ സർവമ്മയുടെ ഫുൾ സ്റ്റോറി അറിയത്തേ ഇല്ല, എൻ്റെ പോർഷൻസ് ഒന്നും അറിയത്തില്ല. നമ്മൾ ഒരുമിച്ചായിട്ട് ചെയ്ത കോംബോ പോർഷൻസിനെ പറ്റി കുറച്ച് മാത്രമേ അറിയുള്ളൂ. സോ പടം ഫ്രഷ് ആയിട്ട് കാണാമല്ലോ. സോ പടം ഫ്രഷ് ആയിട്ട് കണ്ടുകൊണ്ട് അജുവേട്ടൻ്റെ റിയാക്ഷൻസ് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിരുന്നു. നമ്മൾ ആ റിയാക്ഷൻസ് കണ്ട് എനിക്ക് ഓരോ സെക്കൻഡ് എന്തെങ്കിലും റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് വാസ് വെരി ജെന്യുവൻ റെസ്പോൺസ്. സോ ആ ഒരു സീനിൽ ഭയങ്കരമായിട്ട് ഞെട്ടി. അജുവേട്ടൻ ഇങ്ങനെയൊക്കെ പോയി, ഞാനും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വേറെ നിവിൻ ചേട്ടൻ അഖിൽ ചേട്ടൻ കുറച്ചിങ്ങനെ കാമായിട്ട് ഓതേനു. സോ ഐ തിങ്ക് അവർ കണ്ടായിരുന്നു. ഇനി കുറച്ച് എന്തായാലും ജെൻസി വേഴ്സസ് മില്ലേനിയൽ തന്നെയാണ് ഇതിലൊരു കണക്ഷൻ, റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പം ഇനി ചോദിക്കുന്ന കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടതല്ല, സിനിമ സെറ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന ജെൻസി ടേംസ് ആർക്ക് സ്യൂട്ടാവും എന്നുള്ളത് പറയാം. ഓക്കെ. അപ്പോൾ സർവ്വമായുടെ സെറ്റിൽ ഹൂ ഹാസ് ദി മെയിൻ ക്യാരക്ടർ എനർജി? നിവിൻ ചേട്ടൻ റേറ്റ്. നിവിൻ ചേട്ടൻ ഇസ്, പക്ഷെ ആക്ച്വലി നോ, നിവിൻ ചേട്ടൻ വേറൊരു ഇതാ. ഓക്കെ ഐ വിൽ ഗിവ് ദാറ്റ് ലേറ്റർ. ഓക്കെ. ഐ വിൽ സേ അഖിൽ ചേട്ടൻ. ഹി സീംസ് ലൈക്ക് എ സൈലന്റ് ഗൈ. Actually, no, yeah. How do I say? Actually, there's so much terms, so many terms ഉണ്ടല്ലോ. അഖിൽ ചേട്ടന് വേറെ കുറെ ടേംസും കൊടുക്കാം. എന്നാ ഒരു ടേം പറഞ്ഞോ, ഒരു ജെൻസി ടേം പറഞ്ഞോ. അഖിൽ ചേട്ടൻ വുഡ് ബി definitely Niven Chettan is spooky. Yeah. Very, That was anyways very coming. much, very much. And Ajay Chettan is silly and fun. Okay. And Akhil Chettan is actually very, he's like a nammal class clown entertainer. He's like that. Okay. Who is kind of sus on the site? Sus. Arun. Oh, Arun Ajikumar. അതാ ഗോസ്റ്റിന് ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ അരുൺ. ബിക്കോസ് അരുണിന്റെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഇറ്റ്സ് വെരി ഫണി. മറ്റേ ഇടിച്ചിട്ട് ഭയങ്കര ജാടയോടെ ഇങ്ങനെ നിന്നിട്ട് ഇടിക്കുമ്പോ അയ്യോ ഒരു റിയാക്ഷൻ, അത് എല്ലാരും കണ്ട് ചിരിച്ചതാ. എന്നിട്ട് ഷോട്ടില് ഓടിയിട്ട് ചാടാൻ നോക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആ, പക്ഷെ ഓടിയിട്ട് ചാടാൻ നോക്കും, ചാടിയിട്ട് ഫെയിൽ ആവും, and then he runs. അതും ഓൺ ദ സ്പോട്ടില്. So definitely he suits this. Who is a bit extra on site? Me. The most extra. Okay. അതിനെ കുറച്ച് ബാലൻസ് ചെയ്ത് അഖിൽ ചേട്ടനാ. How is it being the youngest one on set? അഖിൽ ചേട്ടൻ calls me ഷിദ്സു. അതാണ് ഞാൻ ഒരു പപ്പീനെ പോലെ, പട്ടിക്കുട്ടീനെ പോലെ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ്. മീൻസ് ലൈക്ക് ഒരു കുട്ടി, ഓ മൈ ഗോഡ്, സെറ്റിലെ പട്ടിക്കുട്ടി. യാ. സോ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഓ നോ ചൈൽഡ്. അപ്പൊ ഞാൻ പറയും ഗൈസ് ഞാൻ മെച്ചുവർ ആണ്, 21 വയസ്സായി, ഞാൻ മെച്ചുവർ. ഞാൻ ഈ സിനിമയിലെ നായികയാണ്. ഐ വുഡ് സേ ലൈക്ക് ഭയങ്കര മെച്ചുവർ. ഞാൻ ഫിലോസഫിക്കൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ലൈക്ക് ദേ വോണ്ട് ടേക്ക് മീ സീരിയസ്ലി. ഇറ്റ്സ് ഫൺ. ലൈക്ക് ഭയങ്കര കംഫർട്ടാണല്ലോ. നമുക്കിപ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്താലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. വാട്ട് എവർ യു സേ ആൻഡ് ഡു. അങ്ങനെ എന്നും പറഞ്ഞ് വാട്ട് എവർ ഐ ഡു അങ്ങനെ ഒന്നുമില്ല. എന്നാലും നല്ല ടേക്ക് കെയർ ചെയ്യാം അവരെ. അടുത്തത് കുഡ് ബി എ സ്പോയിലർ. യു ക്യാൻ ചൂസ് നോട്ട് ടു ആൻസർ ഓർ വി ക്യാൻ ഡിസൈഡ് ഓൺ ദാറ്റ്. സിനിമ ഇറങ്ങിയതിന് ശേഷം 2 അഭിപ്രായങ്ങളുണ്ട്. ഐ എം ക്ലിയർലി ഷുവർ പ്രഭേന്ദു വാസ് നോട്ട് ദി ഗൈ എന്നുള്ളത്, ബട്ട് ദർ ഇസ് എ ഡിസ്കഷൻ പ്രഭേന്ദു ആയിരുന്നു അദ്ദേഹം എന്നുള്ളത്. ഗുഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എല്ലാവരും നിർത്തി ചോദിക്കുന്നു. തിയേറ്റർ വിസിന് പോകുമ്പോഴും എല്ലാവരും ഇങ്ങനെ ആരാണ് അത് ചോദിക്കുന്നത്. സോ ഇറ്റ്സ് നല്ലൊരു ആൻസർ കൊടുക്കേണ്ടതാണ്. സോ സ്റ്റോറി വൈസ് ഞാൻ അഖിൽ ചേട്ടനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രഭേന്ദു അല്ല, ബിക്കോസ് നമ്മൾ പാസ്റ്റിലല്ലേ പോകുന്നത്. സെക്കൻഡ് ഹാഫിലെ പോർഷൻ കണ്ണടയ്ക്കുമ്പോൾ പാസ്റ്റിൽ പോകുമ്പോൾ ഷീ ഹാസ് അനദർ ഗൈ ഇൻ ഹെർ മൈൻഡ്. ആൻഡ് പ്രഭേന്ദുയുടെ ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യുന്നതാണ്. സോ മരിച്ചിട്ടും സോൾ ഈസ് ഗോയിങ് ആൻഡ് അട്രാക്ടിങ് ടു എ ഗൈ വെരി സിമിലർ ടു ദാറ്റ്. സോ വാട്ട് ഐ ലൈക്ക് ടു ഇന്റർപ്രറ്റ് ഇസ് ദാറ്റ് നമുക്ക് വി ഹാവ് എ സോൾമേറ്റ് ഇൻ എവറി യൂണിവേഴ്സ്, ഇൻ എവറി ലൈഫ്, ആൻഡ് വി ഓൾവേസ് അട്രാക്ട് ടു ദാറ്റ് വൺ പേഴ്സൺ ഹൂസ് വെരി സിമിലർ ടു ദാറ്റ് ഓർ ഇസ് ദാറ്റ്. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഐ ലൈക്ക് ടു സീ ഇറ്റ്. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഐ തിങ്ക് ദിസ് ഈസ് വെരി മച്ച് സിമിലർ. ഞാൻ പടം കണ്ടിട്ടും സ്റ്റോറിയും വായിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. ബിക്കോസ് ഐ ഞാൻ അഖിൽ ചേട്ടൻ ചോദിച്ചു അത് പ്രബന്ധു ആണോ, നമ്മൾ വേറെ ആളുടെ ഫോട്ടോ ഇടണം. വേറൊരാളാണ്, ദാറ്റ്സ് ദ ഹോൾ ഐഡിയ. വേറൊരാളാണ്. ബിക്കോസ് ഇപ്പോൾ മരിച്ചിട്ട് ആ സോൾ തന്നെ പ്രബന്ധു കൊടുത്ത് പോവുകയാണെങ്കിൽ ഷീ ഷുഡ് നോ, റൈറ്റ്, ഇറ്റ്സ് ഹിം. then അപ്പം തന്നെ മോക്ഷം. Yeah, he should know. He would definitely understand. So it's not പ്രബന്ധു. പക്ഷെ ബിക്കോസ് ഈ പ്രൈമറി റീസൺ കാരണം മരിച്ചത് കൊണ്ട് ഷീ ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ഹിം അഗൈൻ ബിക്കോസ് ഷീ സ്റ്റിൽ ഹാസ് ദാറ്റ്. ആ ഒരു ഹോപ്പിലാണ് മരിച്ചത്. ചിലപ്പോൾ സംസാരിച്ചാൽ ശരിയാവും, അപ്പോഴാണ് പോകുന്നത്. സോ ഷീ ഡൈസ് വിത്ത് ഹോപ്പ്. ആൻഡ് ആ ഒരു മൊമെൻറ്റിൽ പ്രബന്ധു വന്നിട്ട് അതേന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മായയ്ക്ക് തന്നെ ക്ലോഷർ കിട്ടുന്ന പോലത്തെ ഒരു ഇതാ. സർവം മായ ആയിട്ട് ഈ 2025 അവസാനിപ്പിക്കാൻ പറ്റിയതിൽ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. വി ആർ സോ ഗ്ലാഡ് വി ഗോട്ട് ടു സീ സച്ച് എ വണ്ടർഫുൾ ഡെബ്യൂ. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടതാ, അത് ആദ്യമേ പറഞ്ഞില്ല. ഐ വാസ് സോ ഗ്ലാഡ്. ആൻഡ് യു മൈറ്റ് നോട്ട് റിമെമ്പർ, പക്ഷെ റിയ ആദ്യം എല്ലാവരുടെയും റെസ്പോൺസസ് സ്റ്റോറി ഇടാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഇട്ടത് എൻ്റെ സ്റ്റോറി ആയിരുന്നു, റീഷെയർ ചെയ്തത്.
സോ ഐ ഹോപ്പ് ഇനി വരുന്ന വർഷങ്ങളെല്ലാം സർവമായ ആവട്ടെ, എല്ലായിടത്തും റിയയെ കാണാൻ പറ്റട്ടെ, പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും, പറയാൻ പറ്റില്ല ഇനി സിംഗറായിട്ടോ ശബ്ദമൊക്കെ വെച്ച് പറയാൻ പറ്റില്ലേ, ആർജെ ആയിട്ടൊന്നും വന്നേക്കരുത്. കോമ്പറ്റീഷൻ അതെനിക്ക് ആവശ്യമില്ല. Nobody can beat കവിത man. ഓ, എന്റെ ഷോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ ദാ ഇന്ന് രാവിലെയും കൂടെ കേട്ടത്. ഷോ വൈകുന്നേരം. അതന്നെ. അതെ അതെ അതെ. ലൈൻ കട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. Thank you so much. Happy New Year. Happy New Year from Radio Mango.